യേശുവിൻ്റെ ദിവ്യ കശാപ്പ് ഏവർക്കും സ്വാഗതം. സിറോ മലബാർ സഭയിൽ ഇപ്പോൾ വളരെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട്, ഭൂകമ്പ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടം പിടിച്ചിരിക്കുന്ന ഒരു വിവാദമാണല്ലോ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി വിവാദം. യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം കഴിക്കവേ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, ഇത് ഭക്ഷിപ്പീൻ. അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു പറഞ്ഞു, ഇതെൻ്റെ രക്തം, നിങ്ങൾ ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യപ്പെടണം. യേശുവിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സക്രമെന്താണ്, ഒരു കൂദാശയാണ് ഈ ദിവ്യബലി അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ യൂക്രിസ്റ്റ് എന്ന പേരിൽ ക്രിസ്ത്യാനികൾ അറിയുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് എന്നത് അറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനികളില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആദ്യമായി നാം മനസ്സിൽ കുറിക്കേണ്ടത്, ഇത് യേശുവിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനും ആ ഓർമ്മ വിശ്വാസികളുടെ ജീവിതത്തെ നയിക്കുന്ന വെളിച്ചമായി അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാനുമാണ് എന്നത് നാം വ്യക്തമായി ധരിക്കുക. അപ്പം നമ്മുടെ ഇടയിലൊരു സംഘർഷം, ഒരു വിവാദം, ഒരു ശീതസമരം അല്ലെങ്കിൽ ചൂടേറിയ സമരം നടക്കുന്നുവെങ്കിൽ അതിന് ഒരു ശമനം വരുത്തത്തക്കവണ്ണം, അല്ലെങ്കിൽ അതിനെ ഒന്ന് നീതിപൂർവം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായത്, നാം എന്ത് പ്രശ്നത്തെയാണോ പരിഹരിക്കാൻ താല്പര്യപ്പെടുന്നത് ആ പ്രശ്നത്തെ ആദ്യമായി മനസ്സിലാക്കണം. ഇതെന്തായിരുന്നു, ഇതെന്തായിരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് കൂട്ടാക്കാതെ രണ്ട് കൂട്ടർ, ഒരു സഭയായിരുന്നവർ രണ്ട് ചേരികളായി തിരിഞ്ഞ്, ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 12 എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരിൽ നിന്നാൽ എന്ത് സംഭവിക്കും? അതാണിപ്പോൾ സിറോ മലബാർ സഭയുടെ ഉത്തമമായ സുവിശേഷ സാക്ഷ്യം എന്നൊരു ഗതികേടിലാണ് അവരും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആകമാനവും. അതുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി മൂന്നാമതും തുടരെ ഒരു വീഡിയോ ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായിത്തീരുന്നത്. ഞാൻ ഇതിൽ കൂടെ നിങ്ങളുമായി പങ്കിടുന്ന ചിന്തകൾ ദയവായി പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ വിശ്വാസികൾ ശ്രദ്ധിക്കണമേ എന്ന ഒരപേക്ഷ എനിക്കുണ്ട്. ഞാൻ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ പ്രതിപാദിക്കാറുള്ളൂ, പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത് ഇതെന്താണ്. ഇത് യേശു എന്ന അതുല്യമായ വ്യക്തിത്വപ്രഭയുടെ ഓർമ്മ പുതുക്കൽ കൂദാശയാണ്. ഇറ്റ്സ് എ സാക്രമെൻറ്റ് ഓഫ് റിവൈവിങ് ആൻഡ് റീവൈറ്റലൈസിങ് ആർ മെമ്മറീസ് about this most wonderful person called Jesus of Nazareth. അതുകൊണ്ട് ഈ ഒരു കൂദാശ എവിടെയൊക്കെ ആവർത്തിക്കപ്പെടുന്നുവോ അല്ലെങ്കിൽ നടത്തപ്പെടുന്നുവോ അവിടെയൊക്കെ ഇതെങ്ങനെ നടത്തണം എന്നതിനെ തീരുമാനിക്കേണ്ടത് ഇതാരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെ മാത്രം ആശ്രയിച്ചായിരിക്കണം. നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പം ഉദാഹരണത്തിലൂടെ ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ മരിച്ചു എന്ന് വിചാരിക്കൂ. ഇപ്പോഴും മരിച്ചിട്ടില്ല, ഏതാണ്ട് അതിനോടടുത്ത് വന്നിട്ടുണ്ട് എന്ന് എൻ്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോഴും എനിക്ക് ജീവനുണ്ട്.
അപ്പോൾ എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ഓർമ്മ സംബന്ധമായിട്ട് ഇതെങ്ങനെ ആഘോഷിക്കണം എന്ന് എൻ്റെ ഓർമ്മ സംബന്ധമായ ഒരു ആഘോഷം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് ആഘോഷിക്കപ്പെടുമ്പോൾ ആഘോഷിക്കാൻ താല്പര്യമുള്ളവർ പറയും, ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മൾ ഒന്ന് പുതുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്ത എന്തായിരുന്നു, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വില കൽപ്പിച്ചിരുന്നത് എന്തിനായിരുന്നു, അദ്ദേഹം തൻ്റെ ജീവൻ എന്തിനു വേണ്ടിയാണ് ഒഴിഞ്ഞു വെച്ചത്, അദ്ദേഹം എന്തിനു വേണ്ടിയാണ് തൻ്റെ ജീവൻ ബലിയായി നൽകിയത്, അതിനെ മാനിക്കത്തക്ക വിധത്തിൽ വേണം ഇതിൻ്റെ ഓരോ വിശദാംശങ്ങളും നാം നിശ്ചയിക്കേണ്ടത്, രൂപപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് സാമാന്യ വിവരമുള്ളവർ പറയും. സാമാന്യ വിവരമില്ലാത്തവർ എന്ത് പറയും? ഞങ്ങൾക്ക് തമിഴ്നാട്ടിലൊക്കെ വളരെ ആൾക്ക് താല്പര്യമുള്ള എന്താ പറയുന്നത്, കാളുകളെ കൊണ്ട് യുദ്ധം ജയിക്കുന്ന, കാളുകളെ പിടിച്ച് മെരുക്കുന്ന കളി, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ആൾക്ക് താല്പര്യമുള്ള ഹോളി, അതായത് ആളുകളുടെ മുഖത്ത് നിറമുള്ള പൊടി വാരിയിടുക, അവിടുത്തെ വെള്ളം തളിക്കുക, അവരെ നിലത്തിട്ട് ഉരുട്ടുക, വരട്ടുക, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഹോളിയുടെ ദിവസമുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് വേണ്ടത് ഹോളി കളിയാണ്. വേറൊരു കൂട്ടം പറയുന്നതല്ല, ഞങ്ങൾക്ക് വേണ്ടത് ആ കാളെ പിടിക്കുന്ന കളിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അപ്പോൾ പ്രത്യേകിച്ച് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെ കൽപ്പിച്ചാക്കിയ ഈ ഒരു കൂദാശ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർമ്മ എന്ന് പറയുന്നതിനെ പറ്റി നമുക്കൊരു വിവരം ഉണ്ടാകണം. ഓർമ്മ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തെ ഏതോ ഒരു സംഭവം ഒരു ചെറിയ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു അല്പനേരം ഒന്ന് ചിന്തിച്ചു, ഒന്ന് ഓർത്തു, അതല്ല ഓർമ്മ എന്ന് ആത്മീയമായി പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആത്മീയമായ കാഴ്ചപ്പാടിൽ ഓർമ്മയ്ക്ക് ഒരു വലിയ അർത്ഥവും അതിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഒരു ശക്തിയുമുണ്ട്. നാം ആരെ ഓർക്കുന്നുവോ ആ വ്യക്തിയുടെ ആത്മീയമായ വ്യക്തിത്വം എന്തായിരുന്നു, അതേ വ്യക്തിത്വം നമ്മുടെ ഉള്ളിലും ഉടലെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓർക്കുന്നത് എന്ന് ഇതിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന മാന്യന്മാർ അമ്പയെ മറന്നുപോയി എന്നത് വളരെ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് യേശുവിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൂദാശയാണ്. അതിനുവേണ്ടി യേശു താൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ തന്നെ അർപ്പിക്കാൻ പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരുമായി ഇപ്രകാരമുള്ള ഒരു സ്നേഹവിരുന്ന് ആചരിക്കുന്നു. അത് ഒരു എന്നേക്കുമായൊരു കൂദാശയായി അതിനെ രൂപകൽപ്പന ചെയ്യുന്നു, അതിനെ ശുദ്ധമാക്കുന്നു, നിയമിച്ചാക്കുന്നു. അപ്പോൾ അത് യേശുവിൻ്റെ സ്വയത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, യാഗം എന്ന് പറയുന്നതും കശാപ്പ് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ? യേശുവിൻ്റെ യാഗത്തെ, ദൈവഹിതത്തെ ഈ ലോകത്തിൽ പൂർത്തിയാക്കി എന്നതിൻ്റെ അവസാനത്തെ എന്നേക്കുമായുള്ള അടയാളപ്പെടുത്തലായ ഈ സ്വയത്യാഗത്തിൻ്റെ പരിപൂർത്തിയെ അടയാളപ്പെടുത്തുന്ന ഈ സംഭവം, അവിടെ യാഗത്തിന് പകരം കശാപ്പ് എന്ന ഒരാശയം വെച്ചാലോ? യേശു പറയുകയാണ്, നിങ്ങൾ ഇനിയും എല്ലാ ആഴ്ചതോറും എന്നെ കശാപ്പ് ചെയ്ത് ആസ്വദിച്ചു കൊള്ളൂ എന്നല്ലല്ലോ പറഞ്ഞത്.
ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഞാൻ നിർവഹിക്കാൻ പോകുന്ന ഈ വലിയ ഒരു യാഗം, അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ ആത്മാവിൽ, അതിൻ്റെ ദൈവീകമായ വെളിച്ചത്തിൽ മനസ്സിലാക്കി നിങ്ങൾ ഇത് നിർവഹിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യാഗവും കശാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് വളരെ സൂക്ഷ്മമായൊരു ആശയമാണ്. നിങ്ങൾ ദയവായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. യാഗമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി തന്നെ പറ്റിയുള്ള ദൈവഹിതം ആകുന്നതിന് വേണ്ടി സ്വമനസ്സാലെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, തന്നെ പറ്റിയുള്ള ദൈവഹിതം. ഏതുദ്ദേശത്തോടു കൂടിയാണ് ദൈവം നസ്രയനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? ആ ഉദ്ദേശം പരിപൂർണമായി പൂർത്തീകരിക്കുന്നതിന്, നിറവേറ്റപ്പെടുന്നതിന് യേശു തന്നെ സ്വമേധയാ സമർപ്പിക്കുന്നു. അതാണ് യാഗമെന്ന് പറഞ്ഞാൽ. കശാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരാടിനെ കശാപ്പ് ചെയ്യുമ്പോൾ ആ ആട് സ്വമേധയാ സമർപ്പിച്ചിട്ടല്ല നിങ്ങൾ കശാപ്പ് ചെയ്യുന്നത്. ചില സമ്പ്രദായത്തിൽ ആടിനോട് ക്ഷമ ചോദിച്ച് ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് അതിനെ കശാപ്പ് ചെയ്യും. പക്ഷേ അതുകൊണ്ട് ആ ആട് സ്വയം തന്നെ അറുക്കപ്പെടുന്നതിന് സമർപ്പിച്ചു എന്നതിന് യാതൊരു തെളിവുമില്ല. അപ്പോൾ യാഗവും കശാപ്പും രണ്ട് സാധ്യതകൾ. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത്, സിറോ മലബാർ സഭയിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ എന്ന് വിചാരിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്രിയ നടത്തുമ്പോൾ, ഈ കൂദാശ നടത്തുമ്പോൾ, ഈ സക്രമം അല്ലെങ്കിൽ മാസ് നടത്തുമ്പോൾ യേശുവിൻ്റെ സ്വയത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതാണോ അല്ല യേശുവിനെ കശാപ്പ് ചെയ്യുകയാണോ ചെയ്യുന്നത്? എൻ്റെ ചോദ്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഒന്നുകൂടെ ഞാൻ ഒന്ന് ആവർത്തിക്കട്ടെ. സിറോ മലബാർ സഭ സിനഡിൻ്റെ ദർശനമാണെങ്കിലും, അതിലെ പുരോഹിതന്മാരുടെ ദർശനമാണെങ്കിലും, സാധാരണ വിശ്വാസികളുടെ ദർശനമാണെങ്കിലും, നാം ഈ കുർബാന നടത്തുമ്പോൾ, മാസ് നടത്തുമ്പോൾ, ദിവ്യബലി നടത്തുമ്പോൾ യേശുവിൻ്റെ ദിവ്യബലി യുടെ ഓർമ്മ നാം പുതുക്കുകയാണോ അല്ല നാം യേശുവിനെ കശാപ്പ് ചെയ്യുകയാണോ? ഇതിനെപ്പറ്റി നമുക്കൊരു വ്യക്തതയുണ്ടാകണം. എന്താണ് ഈ കുർബാനയും കശാപ്പും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കുർബാനയായിട്ട് ഈ ക്രിയ നടത്തപ്പെടുന്നുവെങ്കിൽ അത് നടത്തേണ്ടത് യേശുവിൻ്റെ ആത്മീയ ദർശനം, യേശുവിൻ്റെ നിർദ്ദേശം, യേശുവിൻ്റെ പ്രത്യാശ, ഇവയൊക്കെയും 100% മാനിച്ച് നമ്മെ തന്നെ അതിന് കീഴ്പ്പെടുത്തി ആ വലിയ ആത്മീയമായ ദർശനവും ദൗത്യവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും സഭാപരമായ ജീവിതത്തിലേക്കും യാതൊരു കളങ്കവും കൂടാതെ ഏറ്റെടുക്കുന്ന ഒരു വിധേയത്വത്തിൻ്റെ അനുഭവമായിട്ട് വേണം ഇത് ആചരിക്കുവാൻ. അതല്ലാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നാം ആകെപ്പാടെ ചെയ്യുന്നത് യേശുവിനെ കശാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഈ രണ്ട് കൂട്ടരുടെയും കൂട്ടിൽ നിൽക്കാത്തൊരു വ്യക്തി എന്ന നിലയിൽ ദൂരെ മാറി നിന്ന് ഈ അഭ്യാസവും ഈ പുലഭ്യവും ഈ ആഭാസത്തരവും കണ്ട് മനസ്സ് പുണ്ണായ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഈ രണ്ട് കൂട്ടരും യേശുവിൻ്റെ സ്വയത്യാഗത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ കഴിവുള്ളവരല്ല. അവരാകെപ്പാടെ ചെയ്യുന്നത് യേശുവിനെ എപ്രകാരം കശാപ്പ് ചെയ്യണം. യേശുവിനെ കശാപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടേതാണോ അതോ ഞങ്ങളുടേതാണോ? ഒരു കൂട്ടർ പറയുന്നു ഞങ്ങളുടെ കശാപ്പ് രീതിയാണ് ഏറ്റവും നല്ലത്, മറ്റു കൂട്ടർ പറയുന്നു അല്ല ഞങ്ങളുടെ കശാപ്പ് രീതിയാണ്. ഹലാലാണോ ഛട്കയാണോ? അപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ എന്ന് പറഞ്ഞാൽ സിറോ മലബാർ സഭയുടെ ഈ കുർബാന യേശുവിൻ്റെ ഛട്കയാണോ ഹലാലാണോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വേറെ ഒരു പ്രശ്നവും ഇവിടെയില്ല. ഇതല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ലതാനും. ഇത് എപ്പോൾ ജനം മനസ്സിലാക്കുന്നുവോ അപ്പോൾ
അവർ നാണിച്ച് ബോധം കെട്ടുപോകും. അങ്ങനെ മലയാളത്തിൽ പാട്ടുണ്ടല്ലോ, കഴിഞ്ഞ സംഭവങ്ങൾ ഉണർത്തെഴുന്നേറ്റാൽ കാലം തിരിച്ചു നടന്നാൽ ചിലർക്കൊക്കെ രസിക്കും, ചിലർ പോയൊളിക്കും, ചിലരപ്പോൾ തന്നെ മരിക്കും. അങ്ങനെ വീണ് മരിച്ചു പോകും. അതുകൊണ്ടാണ് ഇത്രയും നാൾ പറയാതെ മടിച്ചിങ്ങനെ നിന്നത്. പക്ഷേ ഇത് പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന സീറോ മലബാർ സഭയിലെ സഹോദരി സഹോദര, പുരോഹിത മെത്രാനെ എന്ന് ഞാൻ പറയുന്നില്ല, അവരോട് പറയാനുള്ള യോഗ്യത എനിക്കില്ല. നിങ്ങൾ എന്നെപ്പോലെയുള്ള സാധാരണ മനുഷ്യരാകുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. യേശുവിൻ്റെ വ്യക്തിത്വവും ഇപ്പോൾ ഈ സഭയിൽ നിൽക്കുന്ന ഈ മഹാഭാരത യുദ്ധവും തമ്മിൽ പുലബന്ധം പോലുമില്ല. പിന്നെ ഇവിടെ നടക്കുന്നത് എന്താണ്? യേശുവിനെ കശാപ്പ് ചെയ്യാനുള്ള മാർഗ്ഗം ഏറ്റവും ഏതാണ് നല്ലത്? യേശുവിനെ കീറി മുറിക്കുമ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കണോ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണോ? ആൾക്കാരെ തിരിഞ്ഞ് നിൽക്കണോ ജനങ്ങളെ തിരിഞ്ഞ് നിൽക്കണോ? നീ എവിടെയും തിരിഞ്ഞ് നിന്നോ, അതും യേശുവിൻ്റെ താല്പര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നീ ചെയ്തത് കശാപ്പാണ്. കശാപ്പ് ചെയ്യാൻ ആകെപ്പാടെ വേണ്ടത് നല്ലൊരു കത്തിയാണ്. അത് ഏത് ദിശയിൽ തിരിഞ്ഞ് നിന്നാലും അതിൻ്റെ പരിണിത ഫലം വെറും ആത്മീയമായ വെറും ഒന്നുമില്ല. ഇത് വളരെ പ്രകടമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദയവായി പ്രിയപ്പെട്ട സഹോദരി സഹോദര മനസ്സിലാക്കുക, ഇതിന് കുർബാനയെന്ന് പറഞ്ഞ് ആ വാക്കിനെ നിങ്ങൾ അപമാനിക്കരുത്. ഇതിന് നമ്മൾ അല്പമെങ്കിലും സത്യസന്ധതയോ തിരിച്ചറിയാനുള്ള മൂളയോ ഉണ്ടെങ്കിൽ ഇതിന് നാം ഉപയോഗിക്കേണ്ട പദം കശാപ്പെന്നാണ്. പിന്നെ സഭയുടെ ആഭിമുഖ്യത്തിൽ ഈ ആൾത്താരിലൊക്കെ വെച്ച് വലിയ നാടകീയമായി നടത്തുന്നതുകൊണ്ട് വേണമെങ്കിൽ വിശുദ്ധ കശാപ്പെന്ന് പറഞ്ഞോളൂ. ഒരു സന്തോഷത്തിന് അതും കൂടി ഇരിക്കട്ടെ. ദയവായതിന് വിശുദ്ധ കുർബാന എന്ന് പറയരുത്, അല്ലെങ്കിൽ ദിവ്യബലി എന്ന് പറയരുത്. സത്യസന്ധമായ അല്പം സത്യസന്ധയുണ്ടെങ്കിൽ ദിവ്യ കശാപ്പ് എന്നാണ് നാം പറയുന്നത്. അപ്പോൾ ആ കശാപ്പിൽ താല്പര്യമുള്ളവർ കിഴക്കോട്ട് തിരിയട്ടെ, താല്പര്യമില്ലാത്തവർ പടിഞ്ഞാട്ട് തിരിയട്ടെ. കശാപ്പാണെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഴക്കും പടിഞ്ഞാറുമല്ല, നല്ലതായിട്ട് കറി വെച്ച് പപ്പാസ് വെച്ച് നല്ല അപ്പമായിട്ട് കഴിച്ചോണം. അല്ലെങ്കിൽ ചിലർക്കൊക്കെ വറുത്ത ഇറച്ചിയാണ് ഇഷ്ടം, അവരത് കഴിഞ്ഞോട്ടെ. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ ഇടയിൽ നടത്തേണ്ട ഒരു സംഘർഷം എന്താണ്? ഈ കശാപ്പ് കഴിഞ്ഞിട്ട് യേശുവിനെ പൊരിക്കണോ, വറക്കണോ, കറി വെക്കണോ, പിക്കിളിടണോ, അതായിരിക്കണം നിങ്ങളുടെ വിവാദം. മറ്റൊന്നൊരു വിവാദമല്ല. അത് എങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ എന്താണ്? നിങ്ങൾ കശാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ എന്താണ്? വാസ്തവത്തിൽ അതിനുശേഷം എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകണമെങ്കിൽ, അർത്ഥവത്തായ ഏതെങ്കിലും വിവാദം ഉണ്ടാകണമെങ്കിൽ യേശുവിനെ വറക്കണോ, യേശുവിനെ പൊരിക്കണോ, യേശുവിനെ വേവിക്കണമോ, യേശുവിനെ വിളയിക്കണമോ, യേശുവിനെ പപ്പാസ് ചെയ്യണമോ, യേശുവിനെ പിക്കിളിടണമോ, ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പ്രശ്നം. ഏതായാലും ഇത് വയറ്റിലോട്ടാണ് ചെല്ലുന്നത്. അതിനുശേഷം അവന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾ യേശുവോട് കാണിക്കുന്ന വലിയ സ്നേഹവും ബഹുമാനവും ആരാധന എന്താണെന്നറിയോ? അവൻ്റെ ശരീരമൊന്നും രക്തവും ഒക്കെ പറഞ്ഞ് ഇച്ചിരി അപ്പവും ഉണങ്ങിയ അപ്പവും ശകല വെള്ളവും കൂടെ മുന്തിരിച്ചാറും കഴിച്ചിട്ട് പിറ്റേ ദിവസം അത് മറപ്പരയെ കൊണ്ട് കക്കൂസി കൊണ്ട് കളയുന്നു. യേശുവിൻ്റെ വ്യക്തിത്വത്തെ ക്രിസ്ത്യാനിയുടെ മലമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു എന്താണ് പറയുന്നതിന് ഭാഷ എനിക്കില്ല. യേശുവിൻ്റെ വ്യക്തിത്വത്തെ വിഭാവന ചെയ്യുവാൻ കഴിവുള്ളവർ, ധൈര്യമുള്ളവർ ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? ഈ പറയുന്ന ഞാനും എന്നെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഉള്ളിൽ വിറച്ചുകൊണ്ടാണ് പറയുന്നത്. നാം എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്?
ആ ബോധമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കഴിപിടി കൂട്ടാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, യേശുവിനെ കശാപ്പ് ചെയ്യുകയാണോ അല്ലെങ്കിൽ യേശു നടത്തിയ ഈ ദിവ്യ ബലിയിൽ പങ്കാളികളാണോ ആകുകയാണോ ചെയ്യുന്നതെന്നറിയാൻ ഒരു ചെറിയ മാർഗ്ഗം, ഞൊടുക്ക് വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇത് മാത്രം മതി. യേശുവിനെ കശാപ്പ് ചെയ്യുകയാണെങ്കിൽ യേശുവിൻ്റെ താല്പര്യങ്ങൾ എന്തായിരുന്നു, യേശുവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, ദൗത്യം എന്തായിരുന്നു, ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അല്ല, യേശു നടത്തിയ ആ ദിവ്യ ബലിയിൽ പങ്കാളികളാണെങ്കിൽ അവനത് എന്തിനു വേണ്ടി നടത്തി എന്ന ഒരറിവുണ്ടാകണം. ഒറ്റ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കൂ. യേശു പറഞ്ഞു, ഈ ദിവ്യബലി നടത്തുന്ന പശ്ചാത്തലത്തിൽ യേശു പറഞ്ഞതാണ്, ഒരേ ഒരു നിയമമേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതെന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒന്നും ദിവ്യബലിയാകുകയില്ല, കുർബാനാകുകയില്ല, മാസാകുകയില്ല, സക്രമന്താകുകയില്ല. നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും കശാപ്പായിരിക്കും. ദൈവത്തിൻ്റെ ആധികാരിക സ്വഭാവമായ സ്നേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അതിന് പകരം പൈശാചികമായ വെറുപ്പും ദ്വന്ദ്വയുദ്ധവും മത്സരബുദ്ധിയും കയ്പും മാത്രം മനസ്സിൽ നിറച്ച്, പിന്നെ തെക്കോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ, മൂക്കിൽ കയറിടണമോ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമെന്താണ്? അപ്പോൾ ദയവായി മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്നത് ദിവ്യ ബലിയല്ല, ദിവ്യ കശാപ്പാണ്. നിങ്ങളുടെ പുരോഹിതന്മാരും മെത്രാന്മാരും എന്നുള്ള ഒന്നാന്തരം കശാപ്പുകാരാണ്. പക്ഷേ അവർ മുറിച്ച് തരുന്ന ഇറച്ചി കഷ്ണം കൊണ്ട് ജീവിക്കാൻ നോക്കിയാൽ നിങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് വേറെ വല്ല പണി നോക്കുക. ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ കണ്ടില്ലേ, ഇനി എന്ത് കാണാനാണ്? മൃഗങ്ങൾ വന്ന് കടിക്കും, തൊഴിക്കും, കുത്തും ഇത് കണ്ടാൽ. ആ ചിന്തയിലും വെച്ച് ഇത് ഉപേക്ഷിച്ച് കളാം, വേറെ വല്ല പണി നോക്ക്. നമസ്കാരം.